Hello friends, welcome to Riya's Kitchen Vibes. സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ തോരനാണ് ഇന്നത്തെ റെസിപ്പി. ഞാനിവിടെ ക്യാബേജ് തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോ കാണാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഇടത്തര ഒരു ക്യാബേജിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തി അരിയുകയും ചെയ്യാവുന്നതാണ്. കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ള കളറിലുള്ള തോരനാണ് വേണ്ടതെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഞെരുടി ചേർക്കണം. ഈ സമയത്ത് ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് പിഴിഞ്ഞു കളയണേ. പക്ഷേ ഈ ക്യാബേജിന് അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ക്യാബേജ് തോരന് കുറച്ച് തേങ്ങ കൂടുതലായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ രുചി ഉണ്ടാവുള്ളൂ. തേങ്ങയും ഇതുപോലെ തന്നെ ഞെരുടി ചേർക്കാം. ഇങ്ങനെ ചെയ്തിട്ട് വേണം തോരൻ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാൻ. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഒരു ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ക്യാബേജിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇതിറങ്ങി ക്യാബേജ് വെന്തോളും. ഇപ്പോൾ ക്യാബേജ് തോരനായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലെ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ അതങ്ങ് വലിഞ്ഞു പൊക്കോളും. ഇപ്പോൾ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെല്ലാവരും വീട്ടിൽ ക്യാബേജ് തോരനൊക്കെ തയ്യാറാക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. Thanks for watching.